ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീണ്ടും ഒരു റമദാൻ സ്പെഷ്യൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പേര് അടക്കീരൻ എന്നാണ്. ഇതൊരു സ്നാക്ക് അല്ല, നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും അതുപോലെ നോമ്പ് തുറന്നാലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഞാൻ 2 ദിവസം മുമ്പ് ഒരു സ്നാക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബ്രെഡും പൊട്ടാറ്റോയും വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അത് ട്രൈ ചെയ്ത് നല്ല നല്ല ഫീഡ്ബാക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അടക്കീരൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ചോറൊക്കെ വെക്കാൻ എടുക്കുന്ന അരിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് പുഴുങ്ങലരി എടുത്താലും കുഴപ്പമില്ല. ഇത് നന്നായി കഴുകിയതിന് ശേഷം ഒരു 4 മണിക്കൂർ മിനിമം നമ്മളിത് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. ഞാനൊരു 5 മണിക്കൂർ നന്നായിട്ട് തന്നെ കുതിർത്തെടുത്തിട്ടുണ്ട് ഈ ഒരു അരി. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കാനായിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പോളം തേങ്ങ ചിരകിയത് വേണം. പിന്നെ വലിയ ജീരകം, പെരിഞ്ജീരകം ഉണ്ടല്ലോ, അത് ഒരു 1/2 സ്പൂണ്. പിന്നെ ഒരു 3-4 പീസ് ചെറിയുള്ളി. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഗ്രൈൻഡറിൽ അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് കിട്ടുക. അപ്പോൾ അത് ഞാൻ അരിപ്പൊടി വെച്ചിട്ട് ഒന്ന് ടൈറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മാവിനെ. അപ്പോൾ നിങ്ങൾ ഗ്രൈൻഡറിൽ അരക്കുമ്പോൾ അരിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചിലർ അരിപ്പൊടി തന്നെ വീട്ടിൽ സ്റ്റോക്ക് ഉള്ളവർ അരിപ്പൊടി മാത്രം വെച്ചിട്ടും ചെയ്യാം. പക്ഷേ നിങ്ങൾ പച്ചരിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് പുഴുങ്ങലരിയുടെ പൊടിയുണ്ട്, അത് വെച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നല്ലൊരു ഹാർഡായിരിക്കും. നമ്മുടെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു അടകൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഞാൻ അരി അരക്കുമ്പോൾ ഉപ്പിടാത്തതുകൊണ്ട് ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാവ് നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള മാവാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള അരിപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇപ്പം നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കയ്യിൽ പിടിക്കാൻ കിട്ടണം. നമുക്കിങ്ങനെ ഒട്ടിക്കിടക്കുന്ന മാവ് കൊണ്ട് ഒരിക്കലും ഇത് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി നമുക്കിതിൻ്റെ ഒരു ഫില്ലിങ്സ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ വേണം. ഞാൻ ഇവിടെ ഒരു 200 ഗ്രാം ചിക്കന് മഞ്ഞൾ, മുളക്, ഉപ്പ്, കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് വേവിച്ചിട്ട് കൈകൊണ്ട് പിച്ചിയെടുത്തിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് അടയിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണോളാണ് ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയാണ്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം. അതായത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ, 1/4 സ്പൂൺ മതിയാകും. ഒരു 1/2 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. അപ്പോൾ മസാലപ്പൊടികളൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. മുളക് പൊടിയുടെ ആവശ്യമില്ല, മഞ്ഞൾപ്പൊടി മാത്രമായാലും കുഴപ്പമില്ല. നമ്മൾ നേരത്തെ വേവിച്ചിട്ട് ഇതുപോലെ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ചിക്കൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് ഒന്നങ്ങ് കറക്കിയെടുത്താലും മതി. അപ്പോൾ ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താലും മതിയാവും. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫില്ലിങ്സ്. ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ഗരം മസാലയും അതുപോലെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ വീട്ടിൽ പൊടിച്ചത് തന്നെ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോൻ്റെ താഴെ ഇതുപോലെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും. അതിൽ 3 ഓപ്ഷൻസ് കാണാം. അതിൽ മുകളിലത്തെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. ഇപ്പം നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ തണുത്ത് വന്നു. ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു അടകൾ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു ചെറിയൊരു വാഴയില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയ്യിൽ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ വാഴയിലയിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു പെർഫെക്ഷനുള്ള ഷേപ്പൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് വാഴയിലയിൽ ചെയ്യുന്നത്.
എന്നിട്ട് ഇതുപോലെ നമ്മൾ സാധാരണ അട ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒന്നങ്ങ് പരത്തിയെടുക്കുക. അപ്പോൾ ഒരുപാട് തിന്നാക്കേണ്ട ആവശ്യമില്ല, അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മളത് ആവിയിൽ വേവിച്ചെടുക്കുമ്പോഴൊക്കെ. വേവിച്ച് വന്ന് പിന്നെ നമ്മൾ അതൊരു അരപ്പിലിട്ട് മിക്സ് ചെയ്യുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഒരുപാട് അങ്ങ് തിന്നാക്കി കളയണ്ട, കുറച്ചൊന്ന് കട്ടിക്ക് ഇരുന്നോട്ടെ. എന്നിട്ട് ഇതുപോലെ ഒന്ന് സാധാരണ അട ചെയ്യുന്നത് പോലെ തന്നെ ഒന്നങ്ങ് മടക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള അടയാണ്. അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു അട ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് കാണാനൊക്കെ കുറച്ചുകൂടി ഒന്ന് ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യണമെന്നാണെങ്കിൽ ഇതുപോലെ ചെയ്താലും ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷെ കാണാൻ കുറച്ചുകൂടി ഭംഗി ഇതിനും കുഞ്ഞു അട ചെയ്യുമ്പോഴാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ വാഴയില ഇല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ എടുത്താലും മതിയാകും. അപ്പോൾ വാഴയില അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ എടുത്ത് അതിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം വേണം ഇതുപോലെ പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ചെറുതായിട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ചെറിയ ബോൾസ് എടുക്കുക, അതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ക്യൂട്ടായിട്ട് തോന്നും, കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പം സൈസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് സീനത്ത് ചെയ്തിട്ടാണ് ഞാൻ ഫസ്റ്റിൽ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ ഒരു അടക്കീര എന്നുള്ള നെയിമും ഭയങ്കരമായിട്ട് അങ്ങ് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൂപ്പർ ഷെഫ് കോമ്പറ്റീഷന് പോയിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂരിൽ വെച്ച് നടന്ന. അപ്പോൾ അതിൽ 3rd പ്രൈസ് കിട്ടിയിരുന്നത് ഈ ഒരു അടക്കീര എന്നുള്ള റെസിപ്പിക്കാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് വേണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വാഴയിലയിൽ വെച്ചിട്ട് ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം നമുക്ക്. അപ്പോൾ നമ്മുടെ മാവ് നല്ല ടൈറ്റ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാനിവിടെ ഒരു വാഴയിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളക്കുന്ന ആവി പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2-3 ബാച്ചായിട്ട് ഞാൻ ആവി കയറ്റി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ അടക്കീരൻ്റെ അടകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു സൈസിൽ നല്ലൊരു ക്യൂട്ടാണ് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് 1 കപ്പോളം തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 സ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3-4 അല്ലി ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് പേസ്റ്റ് ആക്കി അരക്കണ്ട, ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന്, കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഒതുങ്ങി വന്നാൽ മതി. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിലും ചെയ്യാം, ഗീ ഉള്ളവർ ഗീ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി അതിലേക്ക് ഒരു 3-4 ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്നങ്ങ് ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അരപ്പിലേക്ക് കുറച്ച് വെള്ളം കൂടി, ആ ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു അരപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു അടക്കീരൻ്റെ അടകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് തിന്നാക്കി അട ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്യുന്ന ടൈമിൽ നമുക്കിത് പൊട്ടിപ്പോവും. അതുകൊണ്ട് അധികം കട്ടി വേണ്ട, എന്നാലും ഒരുപാട് അങ്ങ് തിന്നാക്കി ചെയ്യാതിരിക്കുക നല്ലത്. അതുപോലെ നമ്മുടെ ഫില്ലിങ്സ് ഇത് ആവി കയറ്റുന്ന സമയത്ത് പുറത്തേക്ക് വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് അത് മിക്സ് ആക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് വരും ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ്സൊക്കെ. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ചിക്കൻ കറിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സിമ്പിളായിട്ട് കുക്കറിൽ ചെയ്യാൻ പറ്റുന്ന ചിക്കൻ കറിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി നമ്മൾ എന്ത് കറിയാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം, അതായത് ചിക്കനോ ബീഫോ മട്ടനോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ അടക്കീരൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് കരുതുന്നത്. ഇഷ്ടമായാലും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പിയെ സംബന്ധിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിനുള്ള റിപ്ലൈ തരാം.
പിന്നെ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്